സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ അടുക്കളയിലൊക്കെ നിന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന്. അതെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു പായസം കുടിക്കാൻ. അപ്പോൾ ഞാൻ അട ഉണ്ടോ നോക്കിയപ്പോൾ അടയൊന്നും ഇല്ല, പിന്നെ ഉള്ളത് പരിപ്പാണ്. അപ്പോൾ ഇന്നൊരു പരിപ്പ് പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാല് റെഡിയാക്കി വെച്ചു, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചുക്ക്, ഏലക്ക, പഞ്ചസാര ഒക്കെ പൊടിച്ചു വെച്ചു. അതിനകത്തോട്ട് ഇടാനുള്ള തേങ്ങാക്കൊത്തുകൾ റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 കിലോ ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ പായസപ്പരിപ്പ് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വറുത്ത് വെച്ചതാ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അത് ഞാൻ കുക്കറിനകത്തിട്ട് വേവിക്കാൻ പോവാം. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. 1/2 കിലോ പരിപ്പ് കേട്ടോ. ഇനി അത് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ ആദ്യം എടുപ്പിക്കുക. എന്നിട്ട് വേവ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വേവിച്ചാൽ മതി. കാരണം ഒരുപാട് അലിഞ്ഞു പോകരുത്, കുറച്ച് കഴിക്കാൻ കിട്ടണം പരിപ്പ്. അതുകൊണ്ടാണ് ഞാൻ തൊട്ടിപ്പോൾ ഞാൻ ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരുന്ന നമ്മുടെ പായസപ്പരിപ്പ് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല ചുവന്ന കളറൊന്നും ആക്കണ്ട, എന്നാലും ഒരു ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ പായസപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 1.5 ഗ്ലാസ് തികച്ച് ഒഴിക്കണില്ല. അത്യാവശ്യം പരിപ്പിനെക്കാട്ടി ഒന്ന് പൊന്തി നിന്നാൽ മതി, അത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓണാക്കി കുടിക്കാൻ വയ്ക്കാം. ഇത് വലിയ അടുപ്പാണ്, പക്ഷെ അതിനകത്ത് തീ കുറവാട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആവണമല്ലോ നമുക്ക്, അതുകൊണ്ട് അങ്ങനെ വെച്ചേ. ഇനി അത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു വരും ഗൈസ്. നിങ്ങളെ കുക്കറിന് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. മൂടിയിട്ടൊരു 2 വിസിൽ ആദ്യം തീ കുറച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് മാത്രം പിന്നെ ഒരു വിസിലും കൂടി വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും അതവിടെ ഇരുന്നാവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ കാണാം കേട്ടോ. നിർത്തടി കുറെ വേഗം പിടിച്ചിരിക്കണം, അപ്പൊ വരുന്നില്ല. അപ്പൊ അതെ, ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് നമ്മൾ 2 വിസിൽ കൊടുത്തു. നമ്മുടെ പരിപ്പ് ഇതാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ വെന്തില്ല വിചാരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇതാ ഇങ്ങനെ ആയാൽ മതി. ഇനി നമ്മൾ ബാക്കിയത് ശർക്കരയിലും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കിടന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പം ഇനി ഞാൻ നേരെ നമ്മുടെ പായസ ഉരുളിയിലോട്ട് മാറ്റട്ടെ. മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ഉരുളിയിലേക്ക് പരിപ്പിട്ടു, ഫ്ലെയിം ഓണാക്കി. കണ്ടില്ലേ, ഇതാണ് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ പായസം വെക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം ഉരുളി. അപ്പം ഇനി ഇതിനകത്തോട്ടൊന്നും നോക്കാനില്ല. നമ്മുടെ ശർക്കര പാനി ഉരുക്കി അരിച്ച് വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ശർക്കര 8 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ പരിപ്പിന് വേണ്ടിയിട്ട്. അപ്പം മധുരം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളാം. കൂട്ടേണ്ടവർ കൂട്ടിക്കോളുക, കുറയ്ക്കേണ്ടവർ കുറച്ചോളാം. ഞങ്ങൾ ഈ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഈ ശർക്കരയിൽ നമ്മുടെ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സായി പരിപ്പ് ആ മധുരത്തേക്കൊന്ന് വലിച്ചെടുക്കുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് സെറ്റ് ആവട്ടെ. പാകം മധുരം ഉണ്ടാവുള്ളൂ, ഓവർ മധുരം ഉണ്ടാവില്ല കേട്ടോ. അത് ഓവർ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനും മടിയാവില്ലേ, കുറച്ച് കുടിക്കുമ്പോഴത്തേനും മതിയാവും. അപ്പോൾ പാകമധുരമാണെങ്കിൽ കുറേ പായസം കുടിക്കാം. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് കുറച്ചൊന്ന് വറ്റി പരിപ്പ് ശർക്കരേനൊന്ന് വലിച്ചെടുക്കുന്ന ഒരു സ്റ്റേജ് ആവട്ടെ കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഇനി
അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും പരിപ്പും കൂടെ നന്നായിട്ട് പാകത്തിന് ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിക്കാം. 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങയുടെ 1.5 തേങ്ങയുടെ പാല്, അതിൻ്റെ രണ്ടാം പാലാണ് ഇത്. പാല് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുക. അതും നല്ല കട്ടിയുണ്ട് അത്യാവശ്യത്തിന്. ഓക്കെ, ഇനി ഇതിൽ ഈ പരിപ്പും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിനാണ് തീ കൂടുതൽ. അപ്പം നമ്മുടെ പായസം ഇങ്ങനെ രണ്ടാം പാലിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഞാനിതേ ഇവിടെ വേറൊരു ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ആ സമയം കൊണ്ട് വറുത്തെടുക്കാമല്ലോ, സമയം കളയണ്ടല്ലോ. അപ്പോൾ ഞാനിതേ അതൊന്ന് വറുത്തെടുക്കട്ടെ. കുറച്ച് തേങ്ങാ കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും. മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇടാം, ഇഷ്ടമുള്ളവർക്ക്. ഞങ്ങൾക്ക് മുന്തിരി പായസത്തിൽ അത്ര ഇഷ്ടമല്ല, അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് കുറച്ചെടുത്തു. അത് ആദ്യം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം കളറൊക്കെ മാറി, ഒരുപാട് മൂപ്പിക്കണില്ല, ഈ ഒരു പാകത്തിനായിട്ട് എടുക്കുകയാണ്. കരിക്കരുത്. അപ്പോൾ ഇതിനെ എടുക്കാൻ പോവുക. ഇനി അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതെടുത്ത് മാറ്റട്ടെ. അപ്പോൾ അത് ആ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിതേ അണ്ടിപ്പരിപ്പ് അടുപ്പത്ത് ഇടുകയും ചെയ്തു. അപ്പോൾ നമ്മളിതേ തമ്പാൽ ഒഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തമ്പാൽ ഒഴിക്കുന്ന വീഡിയോ ചേച്ചെടുത്തത് പോയി. എന്നിട്ട് നമ്മള് രണ്ടാം പാല് വെറുതെ കാണിച്ചതാണ് ഗൈസ്, ഞാൻ നോണ പറയണില്ല. അപ്പൊ തമ്പാൽ ഒഴിച്ചു, അതായത് 1-ാം പാൽ ഒഴിച്ചു, എന്നിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് തിളക്കണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ചൂടായി വരട്ടെ. എന്നാലും എങ്ങനെയാവൂല്ലേ ഫസ്റ്റ് വീഡിയോ മിസ്സായത്? ഐ ആം സോറി ഗൈസ്, ആക്ച്വലി എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഓക്കെ, ചെറുങ്ങനെ ഇങ്ങനെ തിള പൊട്ടി തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഇതിനകത്ത് ചുക്ക്, ഏലക്ക, ചെറിയ ജീരകം, പഞ്ചസാര, ഇത് 3ഉം കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്തും നമ്മൾ വറുത്ത് വെച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അളവൊക്കെ കൂട്ടണ്ടവർക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു പാകത്തിന് എടുത്തിട്ടുള്ളൂ. നെയ്യിലാണോ വറുത്തത്? അതെ, നെയ്യും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടാണ്. കാരണം നെയ്യ് എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡിയായി. പാകത്തിന് കട്ടിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണമൊക്കെ വരികയല്ലേ, എല്ലാവരും പായസങ്ങൾ പല പല പായസങ്ങളാണ് എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യുക. അപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവര് ഈ റെസിപ്പി അറിയാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരയ്ക്കും ബൈ ബൈ.